ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ക്രിസ്മസ് ആയിട്ട് ഞാൻ നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ ഞാൻ പ്ലം കേക്ക് ഉണ്ടായിരുന്നു, അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ലാസ്റ്റ് ഇയർ ഞാൻ ബ്രൗൺ ഷുഗർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ നല്ല ബ്രൗൺ കളറായിട്ടാണ് കിട്ടിയിട്ടുണ്ട് പ്ലം കേക്ക്. പക്ഷേ ഇപ്രാവശ്യം ഞാനിപ്പം നമ്മുടെ നോർമൽ ഷുഗറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. യെസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. യെസ്, നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാനായിട്ട് പാൻ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇതായത് ഇപ്പോൾ നല്ലപോലെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുമായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നല്ല രീതിയിൽ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ്, നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഞാനൊരു 1.5 കപ്പ് മൈദ നല്ലപോലെ അരിച്ചിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. യെസ്, ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ നല്ലപോലെ 2-3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ബൗളിൽ കാഷ്യൂ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ സോക്ക് ചെയ്തിട്ടാണ് റമ്മിൽ. ഇതിനകത്ത് ഡ്രൈഡ് ഗ്രേപ്സ് ഉണ്ട്, ചെറി ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സോക്ക് ചെയ്തിട്ടത്. ഇതിപ്പോൾ 1 ഇയർ സോക്ക് ചെയ്തിട്ടതാണ്. ഒരു ബൗൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. യെസ്, അത് നല്ലപോലെ മിക്സ് ചെയ്തു. അതിലേക്ക് ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേനും ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ താഴേക്ക് താഴ്ന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ ഇതുപോലെ കുറേശ്ശെ ആയിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ 200 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ഇതാണ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര, ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ നോർമൽ ഷുഗറാണ് ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കളർ കിട്ടും. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പകുതി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. യെസ്, ഇനി നമുക്ക് ബാക്കി പകുതി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. യെസ്, നമ്മളത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഷുഗറും അതുപോലെ തന്നെ ബട്ടറും കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്താണ്. ഇനി ഇതിലേക്ക് നമ്മൾ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് ആദ്യം 1 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ രണ്ടാമത്തെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ അതാ ലാസ്റ്റ് മുട്ടയാണ്, 4ാമത്തെ മുട്ട. അതോട് ചേർത്ത് ഞാൻ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റ് മുട്ട ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ 2 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ്. യെസ്, ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഷുഗർ പൊടിച്ചെടുത്തപ്പോഴത്തേനും ഒരു പീസ് ജാതിപത്രിയും അതുപോലെ തന്നെ കറുവപ്പട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പൊടിച്ചെടുത്തത്. നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിലും അത് പൊടിച്ചതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി ഈ സമയത്ത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. യെസ്, നമ്മുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പകുതി മൈദ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കണം. ഇനി ബീറ്റർ യൂസ് ചെയ്യേണ്ട, ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലോ എന്തെങ്കിലും കൊണ്ട് ഒരു ഡയറക്ഷനിൽ തന്നെ പതിയെ ഇളക്കി കൊടുക്കാം. ബാക്കി മൈദയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. യെസ്, ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഇളക്കരുത്, ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. യെസ്, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് മൗൾഡിലേക്ക് മാറ്റാം. ഞാൻ കേക്ക് മൗൾഡ് ഓൾറെഡി ഇവിടെ ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കൊടുക്കാം. എല്ലാ സൈഡിലേക്കും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിൽ കുറച്ച് കാഷ്യൂ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേ ഒന്ന് കുറച്ച് പ്രാവശ്യം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെക്കാം. യെസ്, ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ പാനിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇതിൻ്റെ ഉള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. യെസ്, ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 40 മിനിറ്റ്സ് ഇതിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. യെസ്, നല്ല യമ്മി ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഒന്ന് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കുക. യെസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.